ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗീവ്സ് യു ടാങ്കറിൻ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 12th എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ മ്യങ്ങും അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള യങ്ങും കൂടി അവർക്ക് പരസ്പരം അത്രമാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നെങ്കിൽ പോലും യങ്ങിന്റെ വീട്ടുകാരുടെ എക്സ്പെഷ്യലി അവന്റെ അമ്മയുടെ ആ ഒരു എതിർപ്പ് കാരണം അവരെ രണ്ടുപേരും ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സോ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബ്രേക്കപ്പിന് ശേഷം വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന മ്യങ്ങിനെ കാണിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ജോലിക്കൊന്നും പോവാതെ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഫുഡൊന്നും കഴിക്കാതെ ആകെ ക്ഷീണിച്ച് ഉണങ്ങി മെലിഞ്ഞിരിക്കുന്ന മ്യങ്ങിനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതേ സമയത്ത് തന്നെ അവളുടെ ഫ്രണ്ട് ആകട്ടെ കഴിഞ്ഞതൊക്കെ മറക്കാനും ഈ അറ്റ്ലീസ്റ്റ് പാരന്റ്സിന്റെ കാര്യങ്ങൾ ആലോചിച്ച് ഒരു ഡിപ്രഷനൊക്കെ ഒന്ന് മാറ്റി ഓക്കെ ആയിട്ട് വരാനും അവളുടെ അടുത്ത് പറഞ്ഞിട്ട് നേരെ ആ ഒരു ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് ആ ഒരു ഫ്രിഡ്ജിന്റെ ഉള്ളില് ഏസൻ അവൾക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു വിട്ടിട്ടുള്ള ഒരുപാട് ഡിഷസ് ഒക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഒരു സമയത്ത് തന്റെ മകള് വളരെ ഡൗൺ ആയിരിക്കുന്നു, ഫുഡൊന്നും കഴിക്കാനായിട്ട് കൂട്ടാക്കില്ലെന്നും അറിയായിരുന്ന ഏസൻ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരുപാട് ഡിഷസ് ഒക്കെ സിയോളിലേക്ക് അവളുടെ അടുത്തേക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും കഴിക്കാതെ അവളാകട്ടെ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഏസനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പം യങ്ങനെ വിളിച്ചിട്ട് ഈ സമയത്തിന് ഫുഡ് കഴിക്കണമെന്നും യങ്ങനെ പറ്റിയിട്ടുള്ള എല്ലാ മെമ്മറീസും മറക്കാനായിട്ട് ശ്രമിക്കണമെന്നും അവൾ പറയുമ്പോൾ യങ്ങനെ പറ്റിയിട്ട് തന്നോട് ഒരു കാര്യം പറയരുതെന്ന് ഇപ്പം യങ്ങ് പറഞ്ഞിട്ട് നേരെ ഒരു ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഏസൻ ഗ്വൻസിക്കുമായിട്ടിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇപ്പം യങ്ങ് ഒരുപാട് മാറിയെന്നും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഒരിക്കലും ഓക്കെ ആവില്ലെന്ന് എനിക്കറിയാമെന്നും പണ്ട് മുതലേ തന്നെ അവളുടെ എല്ലാ സീക്രട്സും എന്റെ അടുത്ത് വന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞ് ഫ്ലാഷ് ബാക്കിൽ ചെറിയ വയസ്സിൽ തന്നെ അവൾക്കൊരു കുട്ടിയുടെ അടുത്ത് ക്രഷ് തോന്നിയ സമയത്ത് അത് അവൾ ഓടി വന്ന് തന്റെ അമ്മയായിട്ടുള്ള ഏസിന്റെ അടുത്ത് പറഞ്ഞതും അവർ രണ്ടുപേരും കൂടി അങ്ങനെ കൊച്ചു തമാശകളൊക്കെ പറഞ്ഞ് എല്ലാ സീക്രട്സും പരസ്പരം ഷെയർ ചെയ്ത് വരുന്നതൊക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഗ്വൻസിക്കും ഏസനും കൂടിയിട്ട് മ്യങ്ങിന്റെ വർക്ക് വളരെ ഹെവി ആണെന്നും അവൾ ഫുഡ് പോലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് അവൾക്ക് എനർജറ്റിക് ആയിട്ട് ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വറി ചെയ്യുമ്പോഴാണ് അവിടേക്ക് മ്യങ് ഇപ്പൊ കയറി വന്നിട്ട് ഏസിന്റെ അടുത്ത് തനിക്ക് ഫുഡ് തരാനും തനിക്ക് നല്ല വിശപ്പുണ്ടെന്നും പറയുന്നത്. ഇത് കേട്ടപ്പോ തന്നെ മ്യങ്ങിനെ കണ്ട ആ ഒരു സന്തോഷത്തില് ഏസിനിപ്പോ നേരെ ചെന്നിട്ട് അവൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫുഡും അതുപോലെ മ്യങ്ങിന് ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡുകളൊക്കെ തയ്യാറാക്കാനായിട്ട് ഇപ്പൊ ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് ഗ്വൻസിക്കാകട്ടെ അവൾ അവിടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് അവന്റെ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മ്യങ്ങാകട്ടെ ഇപ്പൊ ഒരു റെസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി സമാധാനം കിട്ടാനായിട്ട് അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് ചെന്ന മുതൽ തന്നെ ഏസിനും ഗ്വൻസിക്കും കൂടിയിട്ട് ഒരു ബേബിയെ പോലെ അവളിപ്പോ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ അവൾ എഴുന്നേൽക്കുമ്പോൾ ഈസനാകട്ടെ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഉണ്ടാക്കി അവൾക്ക് വാരി കൊടുക്കുന്നുണ്ടെങ്കിൽ ഗ്വൻസിക്കാകട്ടെ കടലിൽ നിന്ന് വരുമ്പോൾ അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും ടേസ്റ്റ്ഫുൾ ആയിട്ടുള്ള വലിയ 2 മീനുകളൊക്കെ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഇത്ര ദിവസം അവൾ ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നതൊക്കെ അവളുടെ പാരന്റ്സിന്റെ ഒപ്പമുള്ള ഈ 2 ദിവസം കൊണ്ട് തന്നെ അവർ രണ്ടുപേരും അവളെ സ്നേഹിച്ചും അവൾക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് അവളെ ഓക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും യങ്ങിന്റെ മെമ്മറീസ് ഇപ്പോഴും അവൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു വിഷമം ഇപ്പോഴും അവളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കും ഒരു ദിവസം രാവിലെ 4 മണിയാവുമ്പോൾ ഗ്വൻസിക്ക് ഇപ്പോൾ മ്യങ്ങിനെ വന്നിട്ട് ഉറക്കത്തിന്ന് അവളെ വിളിക്കുന്നുണ്ട്. ആദ്യം ഇത്ര രാവിലെ തന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത് എന്തിനാണെന്ന് അവള് ഗ്വൻസിക്കിനോട് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് അവളായിട്ട് തന്നെ ഗ്വൻസിക്കിന്റെ അടുത്ത് വന്നിട്ട് എന്താണ് കാര്യമെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഗ്വൻസിക്ക് അവളെയും കൂട്ടിയിട്ട് നേരെ കടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു 4 മണി 4:30 ടൈമില് ഒരു കടലിന്റെ നടുക്കുകൂടെ ഇങ്ങനെ മറ്റ് വെളിച്ചങ്ങളൊന്നും ഇല്ലാതെ പോകുമ്പോൾ ഗ്വൻസിക്ക് അവളെ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഒരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് അതുപോലെയാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം ഇപ്പൊ സൺറൈസ് ആവാനായിട്ടുള്ള സമയമായിട്ടുണ്ടെന്നും ആ ഒരു വ്യൂ വളരെ ബ്യൂട്ടിഫുൾ ആണെന്നും ഇപ്പൊ ഗ്വൻസിക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന മ്യങ്ങാകട്ടെ ഈ ഒരു രാത്രി ഒറ്റയ്ക്ക് ഇത്ര ദൂരത്തേക്ക് ഈ നടുകടലിലേക്ക് ഇങ്ങനെ ബോട്ടൊക്കെ ഓടിച്ചു വരുമ്പോ ഗ്വൻസിക്കിന് പേടിയാവുന്നില്ലേന്നും അത് ആപത്താവില്ലെന്നും ചോദിക്കുമ്പോൾ ഗ്വൻസിക്കാകട്ടെ ഈ കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പേടിപ്പിക്കുന്ന ഭയാനകമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നും ഇവിടേക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ ആരായാലും പേടിച്ചു പോകുന്നു പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ഗ്വൻസിക്ക് ദൂരെ വേറൊരു ലൈറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത്രയും ഇരുട്ടേറിയ ഈ ഒരു കടലില് അങ്ങനെ ഒരു വെളിച്ചം കാണുമ്പോഴാണ് തനിക്ക് സമാധാനം ഉണ്ടാകുന്നതെന്ന് അവളോട് ഇപ്പൊ പറയുന്നുണ്ട്. കാരണം ഇങ്ങനെ ഇത്രയും ഡാർക്കായിട്ട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ആഴമേറിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് താനിവിടെ ഒറ്റയ്ക്കല്ലെന്നും തന്റെ ഒപ്പം മറ്റാരോ തന്റെ ബോട്ടും എടുത്ത് ഈ ഒരു പ്രദേശത്ത് ഉണ്ട് എന്നറിയുന്നത്, നമ്മളുടെ ഒപ്പം ഒരാളും കൂടി ഉണ്ട് എന്നറിയുന്നത് അത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാള് നമ്മുടെ ഒപ്പം ഉണ്ടെന്നറിയുന്നത് നമ്മുടെ പേടിനെയും ടെൻഷനെയും ഒക്കെ മാറ്റുമെന്നും ഇപ്പൊ ഗ്വൻസിക്ക് മ്യങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. ശരിക്കും ഗ്വൻസിക്ക് ഇത് പറയാൻ കാരണം തന്നെ മ്യങ് ഇപ്പോൾ കടന്നു പോകുന്ന ആ ഒരു ഡിപ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് മനസ്സിലാക്കിയിട്ട് എന്ത് വന്നാലും ഏസിനും ഗ്വൻസിക്കും മ്യങ്ങിന്റെ ഒപ്പം കട്ടയ്ക്ക് എപ്പോഴും എന്നും കൂടെ ഉണ്ടാവുന്ന അവൾക്ക് പ്രോമിസും കൂടി കൊടുക്കാനാണ് അവനിപ്പോൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ അവളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിലൂടെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ലെന്നും ഇതൊക്കെ വന്നാലും അവളുടെ പാരന്റ്സ് അവളുടെ ഒപ്പം ഉണ്ടെന്നും അവനിപ്പോൾ അവൾക്ക് പ്രോമിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ ടൈമിൽ അവിടെ സൂര്യനൊക്കെ ഉദിക്കുന്ന സമയത്ത് ഇതുവരെ കണ്ട ആ ഒരു സൺറൈസിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ട് എന്തോ പുതിയൊരു അനുഭവമാണ്
കാര്യമാണ്, പുതിയ ഒരു അറിവാണ് മ്യങ്ങിന് ഇപ്പൊ കിട്ടുന്നത്. അങ്ങനെ ഇതിലൂടെ തന്നെ ഗ്വൻസിക്കിന് എങ്ങനെയൊക്കെയോ അവളെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നീട് അവർ തിരിച്ച് കരയിലേക്ക് വന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയം മ്യങ് അവളുടെ മൈൻഡിൽ എന്തൊക്കെയോ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതേ സമയത്താണ് അവരുടെ വില്ലേജിന്റെ പണ്ടത്തെ ചീഫായിട്ടുള്ള ബൂ ഇവരെ കണ്ട് ഒരു കുറ്റങ്ങളൊക്കെ പറയുന്നത്. ശരിക്കും ബൂവിന്റെ ആദ്യത്തെ ബ്ലൈൻഡ് ഡേറ്റ് ആയിട്ടുള്ള ഏസിന്റെ അടുത്ത് അവനുണ്ടായിരുന്ന ആ ഒരു ക്രഷിന്റെ ദേഷ്യവും ഈസൻ ഗ്വൻസിക്കിനെ കല്യാണം കഴിച്ചതിന്റെ പരിഭവം ഒക്കെ ഇപ്പോഴും അവന്റെ ഉള്ളിലുള്ളതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ബൂ അവളുടെ മകളോട് ഗ്വൻസിക് മ്യങ്ങിനെ കൊണ്ടുപോയ പോലെ രാവിലെ ഒരു ബോട്ടിൽ റൈഡ് പോയാലോന്നൊക്കെ ചോദിക്കുമ്പോൾ അവളാകട്ടെ തനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയുമ്പോൾ അത് കേട്ട് ദേഷ്യം വന്ന ബൂ ആകട്ടെ നീയും ആ ഒരു ഏസിന്റെ മകനായിട്ടുള്ള ഊണിയങ്ങുമായിട്ടുള്ള ഒരു റിലേഷൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ദേഷ്യം വരുന്ന ബൂവിന്റെ മകള് ഞാനൊരിക്കലും നിങ്ങളെ പോലെയല്ലെന്നും നിങ്ങൾ ഒരുപാട് സ്ത്രീകളുടെ ഒപ്പം നടന്ന പോലെയല്ല ഞാനെന്നും ഞാൻ ആകെ കൂടി ഒരാളെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നും അത് നിങ്ങൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാത്തതെന്നും ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ മ്യങ് അവൾ തീരുമാനിച്ചതുപോലെ അവളുടെ പാരന്റ്സിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചിപ്പോ സിയോളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഇതുവരെ ഉള്ള പോലെ അല്ലാതെ പുതിയൊരു വ്യക്തിയായിട്ട് വീടും ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും അവളുടെ ലൈഫിലേക്ക് അവൾ ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് പയ്യെ പയ്യെ അവളുടെ ഒരു ഡിപ്രഷൻ അവൾ ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്റെ മകള് 2 ദിവസം ഉണ്ടായിട്ട് പെട്ടെന്ന് ആ ഒരു വീട്ടിൽ നിന്ന് പോയപ്പോൾ വീടാകെ സൈലന്റ് ആയി എംപ്റ്റി ആയിട്ട് തോന്നിയിട്ട് ഈസിന് ഇപ്പൊ ആകെ വിഷമമായിട്ട് അവൾ നിൽക്കുന്ന സമയത്താണ് ടേബിളിൽ ഈസിന് വേണ്ടിയിട്ട് അവളൊരു ബുക്ക് വെച്ചിട്ട് അമ്മയുടെ പഴയ ടാലന്റ് പോലെ ഇനിയും ഒരുപാട് പോയംസ് എഴുതണമെന്ന് അതിൽ മ്യങ് എഴുതിയിരിക്കുന്നതും മനസ്സിനായിട്ട് സ്കിൻ കെയറിന്റെ ക്രീമും അതുപോലെ ഒരു ഡ്രിങ്കും അവള് വെച്ചിരിക്കുന്നത് അവർ കണ്ട് വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മൻസിക്കും ഏസനും കൂടിയിട്ട് ജെജു ഐലൻഡിലെ നമ്മുടെ ഏസന്റെ മുത്തശ്ശീനെ പുള്ളിക്കാരുടെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ച് കാണാനായിട്ട് പോകുന്നുണ്ട്. സമയത്ത് അത്രയും വയസ്സായിട്ടുണ്ടായിരുന്ന ഒരു മുത്തശ്ശി ഓർമ്മയൊന്നും ഇല്ലാതെ സ്വന്തം മക്കളുടെ പേര് പോലും ഓർമ്മയില്ലാതെ ആകെ ഏജ്ഡ് ആയിട്ടിരിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏസൻ അവിടേക്ക് വരുമ്പോൾ ഏസനെ കാണുന്ന മുത്തശ്ശി ആകട്ടെ ഇത് തന്റെ മകനായിട്ടുള്ള ഹാനിന്റെ മകളാണെന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഷോക്ഡ് ആവുന്നുണ്ട്. കാരണം ഏസൻ ജനിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു അവളുടെ അച്ഛൻ മരിച്ചുപോയത്. അങ്ങനെ അത്രയും കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഹനിന്റെ പേര് മുത്തശ്ശിക്ക് ഓർമ്മ വരുന്നത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് ഏസനും മുത്തശ്ശിയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏസൻ എന്ന തന്റെ പേര് ഓർമ്മയില്ലെങ്കിലും അച്ഛന്റെ പേര് ഇത്രയും കൃത്യമായിട്ട് ഓർമ്മയുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഏസൻ ഇപ്പൊ മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല തങ്ങളോട് കൂടെ സിയോളിലേക്ക് വന്ന് താമസിക്കാനായിട്ട് മുത്തശ്ശിയുടെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മുത്തശ്ശി അതിനെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയത്ത് തന്നെ ഗ്വൻസിക്ക് അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഏസൻ പണ്ട് അവരുടെ കുട്ടിക്കാലത്തില് ഗ്വൻസിക്കിനെയും ഏസിനെയും അടുത്തിരുത്തിയിട്ട് മുത്തശ്ശി ഒരു ട്രിക്കൊക്കെ വെച്ചിട്ട് ഏസിന്റെ പല്ല് പറിച്ച കഥയൊക്കെ ഇവളിങ്ങനെ ഇപ്പൊ മുത്തശ്ശീനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ മുത്തശ്ശി അവളുടെ കൈ പിടിച്ചിട്ട് പുറത്ത് നീ ഇങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കുകയാണെങ്കിലും ഉള്ളില് നിന്റെ ആ ഒരു ദുഃഖം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള അവരുടെ മകനായിട്ടുണ്ടായിരുന്ന ഡൊങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. കാരണം മുത്തശ്ശിക്കും ഏസിന്റെ അച്ഛനായിട്ടുള്ള ഹാനിനെ ഒരിക്കലും നഷ്ടപ്പെട്ടതുകൊണ്ട് മക്കള് മരിക്കുമ്പോൾ ഉള്ള ആ ഒരു വിഷമം മുത്തശ്ശിക്ക് വളരെ നന്നായിട്ട് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയും നീ അങ്ങനെ വിഷമിച്ചിരിക്കരുതെന്നും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുമ്പോൾ പണ്ട് ഏസിന് എങ്ങനെയായിരുന്നു അവളുടെ അമ്മയുടെ മടിയിൽ കരഞ്ഞു കിടന്ന് ഉറങ്ങുന്നത് അതുപോലെ ഇപ്പൊ അവള് ആ ഒരു മുത്തശ്ശിയുടെ മടിയിലും കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത സീനിൽ അവള് മുത്തശ്ശിക്ക് കൊടുത്ത വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്ലാങ്കറ്റിൽ മുത്തശ്ശി സമാധാനമായിട്ട് കിടക്കുന്നുണ്ട്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പണ്ട് ഏസിന്റെ അമ്മ മരിക്കുന്ന സമയത്ത് ഏസിന്റെ അമ്മ ഈ ഒരു മുത്തശ്ശിയും കൂട്ടിയിട്ട് അവളുടെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സോ അതേ ഒരു സ്ഥലത്തേക്ക് മുത്തശ്ശി വീണ്ടും ചെന്നിട്ട് അവിടെ വെച്ച് നമ്മുടെ ഏസിന്റെ അമ്മേനെ കാണുന്ന സമയത്ത് ഞാൻ അവളെ നന്നായിട്ട് നോക്കിയോ എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്തു എന്ന് ഒരു മുത്തശ്ശി ഇപ്പോൾ ഏസിന്റെ അമ്മയുടെ അടുത്ത് ചോദിക്കുമ്പോൾ മുത്തശ്ശി ആ ഒരു ബോട്ടൊക്കെ അവൾക്ക് കൊടുത്ത് വേണ്ടതിലും കൂടുതലായിട്ട് അവളെ ഹെൽപ്പ് ചെയ്തു എന്നും മുത്തശ്ശി അവളുടെ ഒപ്പം ഉണ്ടായിരുന്നത് എനിക്കൊരു സമാധാനമാണെന്നും ഇപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ഏസിന്റെ അമ്മ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശിയുടെ ഫോട്ടോയും എടുക്കുന്നുണ്ട്. അങ്ങനെ അതിലൂടെ തന്നെ ആ ഒരു മുത്തശ്ശി മരിച്ചു പോയതാണെന്നും മുത്തശ്ശിയുടെ ആത്മാവാണ് ഇപ്പൊ ഏസിന്റെ അമ്മയായിട്ട് സംസാരിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പിന്നീട് ഏസിനും ഗ്വൻസിക്കും കൂടിയിട്ട് ഒരു മുത്തശ്ശിയുടെ ഇടയ്ക്കേ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട് അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഗ്വൻസിക്കിന്റെ ഷാമനായിട്ടുണ്ടായിരുന്ന മുത്തശ്ശിയെയും ഏസിന്റെ മുത്തശ്ശിയും പിന്നെ അതുപോലെ അവരുടെ മകന്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ അവർ വീണ്ടും സിയോളിലേക്ക് വരുന്ന സമയത്ത് അവരവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടേക്ക് മിലിറ്ററിയിലേക്ക് പോയിട്ടുള്ള അവരുടെ മകൻ വന്നത് അറിഞ്ഞിട്ട് അവർ വളരെയധികം ഹാപ്പി ആയിട്ട് അവനോട് എത്രയും വേഗം അകത്തേക്ക് വരാൻ പറയുന്ന സമയത്ത് അവന്റെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള പൂവിന്റെ മകളെ വീട്ടിലേക്ക്
അവളുടെ ലഗേജസ് ഒക്കെ കയ്യിൽ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ട് ആകെ കിളി പോയിട്ട് നിൽക്കുകയാണ് ഗ്വൻസിക്കും ഏസനും. ഇതേ സമയത്താണ് അവൻ വീണ്ടും അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ വയറ്റിൽ കൈ വെച്ചിട്ട് അവളിപ്പോ പ്രഗ്നന്റ് ആണെന്നും കൂടി അവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇതും കൂടി കേൾക്കുമ്പോൾ അവൻ നമ്മുടെ പോലെ ഏസന്റെയും ഗ്വൻസിക്കിന്റെയും ആ ഒരു പാരമ്പര്യം തന്നെ കണ്ടിന്യൂ ചെയ്യാണല്ലോ എന്ന് ആലോചിച്ച് ആകെ വെറീഡായിട്ട് ഇനി ചീഫ് ബൂനോട് ഇവരെന്ത് സമാധാനം പറയുന്ന ആലോചിച്ച് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതിന് അവനിട്ട് ഒന്ന് കൊടുക്കാൻ തന്നെ നിൽക്കുന്നുണ്ട് ഗ്വൻസിക്ക്. ഇതേ സമയത്ത് തന്നെ സിയോളിലാകട്ടെ തന്റെ ഡിപ്രഷനിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് മ്യങ്ങപ്പോ ജോലിക്കൊക്കെ പോയിട്ട് ബസ് കയറാനായിട്ട് നിൽക്കുന്ന സമയം അതേ ബസ്സിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന മിലിറ്ററി സർവീസ് ഒക്കെ കഴിഞ്ഞെത്തിയ ഗൂയിങ്ങിനെ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഗൂയിങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് മ്യങ് ആ ഒരു ബസ്സിലോട്ട് കയറിയ കാര്യം അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും ആ ഒരു ബസ്സിലേക്ക് കയറുന്നേക്കാളും മുമ്പ് തന്നെ ആ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്ത കാരണം കൊണ്ട് ഗുയങ് ഇപ്പോൾ മ്യങ്ങിന്റെ പേരും വിളിച്ചിട്ട് ആ ഒരു ബസ്സിനെ ഓടി വരുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് വലിയൊരു ക്രൗഡ് കൂടി ജോയിൻ ചെയ്തതുകൊണ്ട് അവൻ അങ്ങനെ ആ ഒരു ബസ്സിന്റെ പുറകെ മ്യങ്ങിന്റെ പേരും വിളിച്ച് ഓടി പോകുന്ന ഒരു സീനും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡിൽ ഇത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഒന്ന്, നമ്മുടെ ഏസന്റെയും ഗ്വൻസിക്കിന്റെയും ഫാമിലിയിലേക്ക് ഇനി ഒരു പുതിയ അതിഥിയായിട്ട് നമ്മുടെ ഊൺമ്യങ്ങിന്റെയും ബൂവിന്റെ മകളുടെയും ഒരു കുഞ്ഞാവ് കൂടി വരുന്നുണ്ട്. രണ്ടാമതായിട്ട് വന്ന ഒരു ക്യാരക്ടറാണ് ഗൂയങ്. ആരോടും പറയാതെ മിലിറ്ററിക്ക് പോയിട്ടുള്ള ഒരു ഗൂയങ് വീണ്ടും മ്യങ്ങിനെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. സോ ഇനി കഥ എന്തായി തീരുമെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതായാലും അടുത്ത എപ്പിസോഡിൽ കൂടെ ബാക്കി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.